ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനേ ഇപ്പൊ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുക. ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നപ്പോൾ എനിക്ക് ചോറ് കറി എന്ന് പറയുന്നത് ചോറുണ്ട്, സാമ്പാറുണ്ട്, വെണ്ടയ്ക്ക് വെഴുക്കോട്ടിയുണ്ട്, ഇത്രയേ ഉള്ളൂ ഗൈസ്. പിന്നെ കുറച്ചൊരു അച്ചാർ കൂട്ടുണ്ട്. പക്ഷേ ഞാനിങ്ങനെ നിങ്ങളെ ഭക്ഷണം കഴിപ്പിച്ച് കാണിച്ച് കൊതിപ്പിച്ച് കൊല്ലുന്നില്ല ഗൈസ്. പിന്നെ നമ്മുടെ ഒരു വ്ളോഗറുണ്ട്, നേരത്തെയൊക്കെ വലിയ ബ്യൂട്ടി പ്രോഡക്ട്സും സൺസ്ക്രീമും ആ ക്രീമും ഈ ക്രീമും മറ്റേ ക്രീമും എല്ലാ ക്രീമുകളും കൂടെ വാരിയിട്ട് കോളമായി. പിന്നെ പോയി ഡോക്ടറെ അടുത്ത് പോയി ട്രീറ്റ്മെന്റ് എടുത്ത് അതും കോളമായി, അതും ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായി. എയറിൽ പോയ ഒരു വ്ളോഗറുണ്ടേ, ആരാന്നറിയോ? കല്യാണി ഇപ്പൊ നമ്മുടെ ഈ ബ്യൂട്ടി പ്രോഡക്ട്സിന്റെയും ഡ്രസ്സിന്റെയും ഒക്കെ വിട്ടിട്ട് ആദ്യം കുറെ ക്രീമുകളുടെ പ്രൊമോഷൻ ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ ഡ്രസ്സുകളുടെ ചുരിദാറിന്റെ ഒക്കെ പ്രൊമോഷൻ ആയിരുന്നു. ഇപ്പൊ അതെല്ലാം വിട്ടിട്ട് ഭക്ഷണത്തിൽ പിടിച്ചേക്കുവാണ്. ഒരു ഫുഡ് വ്ളോഗർ ആവാനാണോ പ്രയത്നിക്കുന്നതെന്നൊരു സംശയം. പക്ഷേ അതിനു മുന്നേ ആയിട്ട് മനുഷ്യരെ എല്ലാം വേർപ്പിച്ചുകൊണ്ട് കുറച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കാണാം. ആദ്യം ഞാനും ഭക്ഷണം കഴിക്കട്ടെ. എനിക്ക് പക്ഷേ മീൻ തലയും വറുത്ത മീനും ചിക്കൻ കാലും ഒന്നുമില്ല ഗൈസ്. ചോറും സാമ്പാറും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും പിന്നെ കുറച്ച് അച്ചാറും. പക്ഷേ മുറ എന്നൊന്നും കഴിക്കാൻ എനിക്കറിയില്ല. എന്തായാലും കല്യാണി അങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഗൈസ്. പിന്നെ ഞാനും ഭക്ഷണം കഴിക്കട്ടെ. അങ്ങനെ വഴികളായ റോഡിലൂടെല്ലാം തെണ്ടി തിരിഞ്ഞ് വന്നിട്ട് നേരെ അടുക്കള പ്ലേറ്റ് എടുത്തോണ്ട് കയറി കേട്ടോ, വല്ലതും തിന്നാനുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒരൊറ്റ ലെഗ് പീസ് ഉണ്ട്. ഇത് അപ്പൂന് വെച്ചേക്കാമ. എൻ്റെ കാല എടുത്ത ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാവേ. ഇതുണ്ടോ? അയ്യോ തോന്നുന്നു, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന നല്ല ടേസ്റ്റ് ഉണ്ട്. അച്ചാറും നല്ലതാ എന്ന് വിചാരിക്കണ്ടേ. ഞാൻ ആദ്യം വിചാരിച്ചു അച്ചാറിന്റെ ഇനി പ്രൊമോഷൻ വല്ലതും ആണോന്ന് വിചാരിച്ചു. എമ്മി അച്ചാറ് സൗണ്ട് വലിയ അരോചകമാക്കി തോന്നുന്നില്ലേ? അച്ചാർ എടുത്ത് വെച്ച് കഴിച്ചിട്ട് നല്ല അച്ചാറ് എന്ന് പറഞ്ഞാൽ പോരെ. ഓ, മീൻതലയുണ്ട്, അച്ചാറുണ്ട്, അച്ചാറിന്റെ മണം കേട്ടാൽ ചോറ് കഴിക്കുന്നു. പിന്നെ എന്തിനാ അച്ചാർ എടുത്തേ? ചോറ് കഴിച്ചാൽ പോരായിരുന്നോ? അപ്പൊ എക്സ്പ്രഷൻ ഇടാൻ പറ്റത്തില്ലല്ലോ ഇങ്ങനെ കഴിച്ചിട്ട്. ഇങ്ങനെ ആക്കണ്ടേ, അതിന് എക്സ്പ്രഷൻ ഇടണമെങ്കിൽ അത് കഴിച്ചാലേ. പിന്നെ ആ കടിക്കുന്ന സൗണ്ട് കറുമുറ സൗണ്ട്. എന്ത് പറയാനാ. പിന്നെ ഡൈനിങ് ടേബിളിൽ നിന്ന് കഴിക്കാന്ന് പറഞ്ഞു ചെന്നപ്പോൾ ഇങ്ങനെ ഒരു കപ്പ് എനിക്ക് വേണം കേട്ടോ. കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം പോയി എടുക്കാൻ വയ്യാത്തോണ്ട് ഈ വലിയ കപ്പിൻ്റെ അകത്ത് വെക്കാമെന്ന് വിചാരിച്ചു. മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല പച്ച പാരയായിരുന്നു കേട്ടോ, ചൂണ്ടയിട്ട് പിടിച്ചത്. അങ്ങനെ ഞാൻ അതും കൂടെ ഒഴിച്ചിട്ട് കണ്ട് ഇങ്ങനെ എമ്മിയായിരുന്നു കേട്ടോ. ഇരുന്ന് ഇങ്ങനെ മൃഷ്ടാനം ഞാൻ കഴിച്ചു. ഇവർ ഒരു കാര്യം ഓർക്കുന്നില്ല, എല്ലാവർക്കും ഒന്നും ഇങ്ങനെ മീനും ഇറച്ചിയും ഒന്നും ദിവസവും കൂട്ടിയിട്ട് കഴിക്കാനൊന്നുള്ള ഇത് ഉണ്ടാവത്തില്ല. ഓക്കെ, വല്ലപ്പോഴും ഒക്കെ എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവത്തുള്ളൂ, ദിവസം ഇങ്ങനെ ഉണ്ടാവത്തില്ല. അപ്പൊ ഇവരിങ്ങനെ ഈ അഹങ്കാരം കാണിക്കല്ലേ അവരുടെ വീട്ടിൽ ദിവസവും മീനുണ്ട്, ഇറച്ചിയുണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറയുന്നത് അല്ലേ. ദിവസവും അവരുടെ ഏത് വ്ളോഗ് എടുത്താലും കാണാൻ പറ്റും. മീനുണ്ട്, പച്ചക്കറിയുണ്ട്, അവിയലുണ്ട്, പുളിശ്ശേരിയുണ്ട്, തോരനുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് എടുത്ത് നോക്കും, അവരുടെ എല്ലാ വ്ളോഗിനകത്തും കാണും ഇത്രയും ഒരു 5-6 കൂട്ടം കറിയും കൂട്ടിയാണ് അവർ ദിവസം കഴിക്കുന്നത്. അപ്പോൾ സാധാരണക്കാരായ ആൾക്കാരെ കൊണ്ടൊന്നും ഇങ്ങനെയൊന്നും ദിവസം കൂട്ടി കഴിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമുക്കൊക്കെ കാണുമ്പോൾ ഒരു വിഷമം തോന്നും, അയ്യോ നമുക്കൊന്നും ഇങ്ങനൊന്നും ദിവസമൊന്നും പറ്റത്തില്ലല്ലോ, വേണ്ട, അയ്യോ എനിക്ക് വേണ്ടേ, ഇങ്ങനൊന്നും വേണ്ട, ഇതൊക്കെ വെച്ചുണ്ടാക്കണമെങ്കിൽ തന്നെ എന്തുമാത്രം സമയം എടുക്കും. ഇല്ല, നമ്മളെ കൊണ്ടൊന്നും അതിനൊന്നുള്ള പാങ്ങില്ല ഗൈസ്. പാങ്ങുള്ളവർ കഴിക്കട്ടെ, അവർക്ക് അതിനുള്ള പാങ്ങുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവർ ദിവസം ഇത്രയും മൃഷ്ടാനം ഇരുന്ന് കഴിക്കാനായിട്ട് ഇത്രയും ഉള്ളത് അല്ലേ. അവരുടെ അച്ഛൻ സമ്പാദിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡ് സമ്പാദിച്ചോ, അല്ലെങ്കിൽ അവർ സമ്പാദിക്കുന്നുണ്ട് നാട്ടുകാരെ പറ്റിച്ച്. പക്ഷെ ഇതെല്ലാം പറയുമ്പോഴും ചെയ്യുമ്പോഴും അവരുടെ ഭാഗത്ത് തെറ്റുകുറ്റമൊന്നും ഉണ്ടാവരുത്. ഇപ്പൊ നോക്കൂ, ഒരു കേസ് ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ഇപ്പൊ ഒന്നും പറയാനേ ഇല്ല. കല്യാണി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. അത് എന്താന്ന് പറയൂ കല്യാണി, എന്ത് പറ്റി കേസിന്റെ ഇതൊക്കെ ഇല്ല. ഇപ്പോ കുറച്ച് ഡയറ്റ് നോക്കുന്നു, അത് നോക്കുന്നു, ഇത് നോക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയുന്നു. എന്തായാലും നമുക്ക് അവരുടെ കമന്റ്സ് ഒന്ന് നോക്കാം. ഇനി നമുക്ക് ഇവരുടെ വീഡിയോയിലെ കുറച്ച് കമന്റ്സ് നോക്കിയാലോ. ആദ്യത്തെ കമന്റ്, കോലം കെട്ടും, അതിന് 196 ലൈക്ക് ഉണ്ട്. രണ്ടാമത്തത്, ഗ്ലൂത്തോൺ ഇല്ലാത്തോണ്ട് ഇപ്പോ റിയൽ കോലം പുറത്തു വന്നു, കറുത്തുപോയി, അഹങ്കരിക്കരുതായിരുന്നു, അതിന് 352 ലൈക്ക് ഉണ്ട്. അടുത്തത്, ഓവറാക്കി വെറുപ്പിച്ചു. അതെ, ഇതെല്ലാം അപ്പോ റിയൽ ആയിട്ടുള്ള ഫേസ് ഇത്രയും നാൾ പറ്റിച്ച് വന്നിട്ട്. അപ്പൊ എല്ലാരും ചോദിക്കുന്നത്, ഇത് ഇപ്പോ ബസന്തി ആയിട്ടുണ്ട്. ബസന്തി മറ്റേ ഇതിനകത്താണ് പറക്കം തെളിയല്ലേ, ബസന്തിയാണ് ഉപമിക്കുന്നത്. ഇത്തിരി ചോറും മീനും കഴിക്കാൻ ഒരു ലോഡ് എക്സ്പ്രഷൻ, ശരിയായിട്ടുള്ള കാര്യമല്ലേ. ഒത്തിരി ഇഷ്ടത്തിൽ നിന്നും ഒട്ടും ഇഷ്ടമല്ലാതായി. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, അവരുടെ കമന്റില്ല, നിങ്ങൾ പോയി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓവറാണ് ഇവർ കാണിക്കുന്നത്. മൈക്കിനെ സൗണ്ട് കേൾക്കുമ്പോൾ ഇവരോട് ദേഷ്യം വരുന്നു. ശരി, അത് ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, കർമുറ എന്നൊക്കെ, അത് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ബസന്തി ആയല്ലോ, ഭംഗിയൊക്കെ പോയി, സ്ലിം ബ്യൂട്ടി ആവാൻ നോക്കിയതാ, ഇപ്പം സ്ലിം മാത്രമേ ഉള്ളൂ, ബ്യൂട്ടി ഒക്കെ പോയി.
ഈ തള്ളയ്ക്ക് വേറെ പണിയില്ലേ? അതൊന്നും ആരും പറയണ്ട. എന്തിനാ ഈ തള്ളയും പിള്ളയും എന്നൊക്കെ പറയുന്നത്? എന്താ ഈ ഇവരിടുന്നത് തള്ളയെന്നല്ലേ? കാരണം എന്താന്ന് പറയുമ്പോൾ എന്റെ വീഡിയോയിൽ ഇതുകൊണ്ടൊക്കെ ഒരു കമന്റ് വന്നു, തള്ളയെന്ന്. എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ വിളിക്കുന്നത്. അവൾക്ക് പറ്റിപ്പിസ്റ്റ് പോടി ഓവറാക്കാൽ ഇച്ചിരി കൂടുതലാ. അതിന് സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരും. ഈ ഇംഗ്ലീഷ് അല്ല, മലയാളം ഇംഗ്ലീഷിൽ എഴുതുമ്പോണ്ടല്ലോ വായിച്ചെടുക്കാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാവും. ചേച്ചി ഇന്ന് പ്രൊമോഷൻ ഒന്നും ഇല്ലേ? എന്റെ പൊന്നുമക്കളെ, പ്രൊമോഷൻ ഒക്കെ ചെയ്ത് മടുത്തിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഇപ്പൊ പ്രൊമോഷൻ ഒന്നും ഇല്ലാത്തത്. ആഹാരത്തിനോട് ആർത്തി ആണല്ലേ? അതല്ല, ആഹാരത്തിനോട് ആർത്തിയല്ല, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതിന്റെ ആർത്തിയാണെന്ന് എക്സ്പ്രഷൻ ഇട്ട് കാണിക്കുവാണ്. ഇതൊക്കെ ആരെ കാണിക്കാനാ? ഒരു നേരത്തെ ആഹാരം ഇല്ലാതെ എത്രയോ പേർ കഴിയുന്നു. ഇതൊക്കെ കുറച്ച് ഓവറാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചിലവരൊക്കെ ഇത് കാണുമ്പോൾ ചിലവർക്ക് ആഹാരം ഇല്ലാത്ത മനുഷ്യർ, ആരും നേരെ ആഹാരം കഴിക്കാൻ ഇല്ലാത്ത മനുഷ്യരുണ്ടാവും, അവർക്ക് വിഷമം ഉണ്ടാവും. ഇങ്ങനെ എക്സ്പ്രഷൻ ഇട്ട് തള്ളാതെ ഒരു നേരം ആഹാരം കഴിക്കാതില്ലാത്ത മനുഷ്യർക്ക് ഒരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുക്കും. അവർക്ക് നിങ്ങൾക്ക് പുണ്യം കിട്ടും അല്ലേ? വരുമ്പോഴേക്കും മാറ്റിക്കളയും. ഇതൊക്കെ വല്ലോ പണിയെടുത്ത് ജീവിച്ചൂടെ? അഹാനയും ചേച്ചിയെ പോലെ ആണല്ലോ ഫുഡ് കഴിക്കുന്നത്. ഞാൻ ഇതാ നേരത്തെ പറഞ്ഞ് ഒരാളെ അനുകരിക്കുന്നു എന്നുള്ളത്. അഹാനയുടെ ഇങ്ങനെ ഒരെണ്ണമുണ്ട്, ഒരു ഓണത്തിന് അഹാന ഫുഡ് കഴിക്കുന്ന ഇതേ കണക്കാൻ കാണാൻ 6 ബോറായോ മതി. ബാക്കിയുള്ളത് തന്നെ കമന്റ്സിൽ നിങ്ങൾ പോയി നോക്കിയാൽ മതി. പക്ഷെ എന്തുവായാലും ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എനിക്ക് അവരെ പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അവരുടെ വീഡിയോസ് ഒരെണ്ണം പോലും സ്കിപ്പ് ചെയ്യാതെ കാണുമായിരുന്നു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവരുടെ വലിയ, അതായത് ലോങ് വീഡിയോകളൊക്കെ ഇടുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനൊക്കെ ആയിരുന്നു അവരിങ്ങനെ ജോലിയൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട്. പിന്നെയായി അന്ന് അവരെ കാണാനായിട്ട് നല്ല ഒരു ശാലീന ഭംഗിയൊക്കെ ആയിരുന്നു. അവരുടെ നല്ല ഇതായിരുന്നു, എനിക്ക് ഇഷ്ടമായിരുന്നു, അവർ നല്ല ഭംഗിയായിരുന്നു. പക്ഷെ പിന്നെ ആയപ്പോൾ ഈ പ്രൊമോഷനും ആളുകളെ പറ്റിക്കലും പിന്നെ അവരുടെ സംസാരത്തിലും അവരുടെ ബോഡി ലാംഗ്വേജിലും അവരുടെ ഇതിലെല്ലാത്തിലും മാറ്റങ്ങൾ വന്നു. സബ്സ്ക്രൈബേഴ്സ് കൂടിയപ്പോൾ നന്നായിട്ട് അവർക്ക് ഇൻകം കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ വ്ളോഗിനകത്തും അവരുടെ സംസാര ശൈലിയിലും ഒക്കെ ഒരു മാറ്റം വന്നു. അപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. പിന്നെ ഇങ്ങനെ കുറേ വീഡിയോസ് ഒക്കെ ഇട്ട് ഒരുമാതിരി ആൾക്കാരെയൊക്കെ പറ്റിക്കുവാണെന്ന് ഉള്ളതും കൂടെ അറിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. ഓക്കെ, പക്ഷെ എന്നാലും ചില വീഡിയോകളൊക്കെ ഇപ്പോഴും ഞാൻ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പൊ എന്തായാലും ഇത്രയൊന്നും വണ്ണം കുറയ്ക്കേണ്ടായിരുന്നു. ഞാൻ ബോഡി ഷേമൊന്നും ചെയ്യുമല്ല, എന്നാൽ ഇത്രയും നേരത്തെ ആയിരുന്നു നല്ലത് അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇപ്പോഴത്തെ ഈ ഒരു രൂപവും നേരത്തെ ഉണ്ടായിരുന്ന കല്യാണിയുടെ രൂപവും ഒരു ഭാഷയും ഒക്കെ നേരത്തെ ഉള്ള ആളല്ലായിരുന്നു നല്ലത്. എനിക്ക് അതായിരുന്നു ഇഷ്ടം, നേരത്തെ ഉണ്ടായിരുന്ന രൂപമായിരുന്നു ഇഷ്ടം. ഇപ്പോൾ എന്താ സ്ലിം ബ്യൂട്ടി ആക്കാൻ നോക്കിയോ, അതോ ഇനി എന്താ പ്രോഡക്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇനി അതിന്റെയൊക്കെ സൈഡ് എഫക്റ്റ് ആണോ എന്തോ അതോ ഇനി അവർ സ്വന്തമായിട്ട് സ്ലിം ആയതാണോ എന്തോ ആയാലും. ഡാൻസ് ഒക്കെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. ഇനി അങ്ങനെയൊക്കെ ആക്കിയിട്ട് അവർ സ്വന്തമായിട്ട് തന്നെ തടി കുറച്ചതായിരിക്കും. എന്തോ ആയാലും ഇപ്പോൾ ഉള്ളതിനെക്കാട്ടി നേരത്തെ ഉള്ളതാണ് നല്ലത്. പക്ഷെ ഇപ്പോൾ അവർക്ക് ഭയങ്കര അഹങ്കാരമാണെന്ന് തോന്നുന്നുണ്ട്, അഹങ്കാരത്തോടുകൂടിയുള്ള സംസാരവും ഒക്കെയാണ്. പക്ഷെ അത്രയൊന്നും പാടില്ല. നോർമലായിട്ടൊക്കെ അങ്ങ് പോകുമായിരുന്നു എന്നുണ്ടെങ്കിൽ ആൾക്കാർക്കൊക്കെ അവരെ നല്ല ഇഷ്ടമായിരുന്നു അല്ലേ? എനിക്കിതാണ് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ എന്താണ് ഇവരെ കുറിച്ച് കരുതിയിരിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇവരെ കുറിച്ച് എന്നുള്ളത് ഒന്ന് കമന്റിൽ പറയണേ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.